അസ്സലാമലൈക്കും, ഇറ്റ്സ് മീ നൗഫൽ. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും വാപ്പിയും കൂടി ഇന്ന് കുമരകം വരെ ഒന്ന് പോയതായിരുന്നു കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടി. അപ്പോൾ പോകുന്ന വഴിയാണ് ചെങ്ങളത്തൊരു ഗാർഡൻ്റെ ഒരു കടയുണ്ട്, ഗാർഡനിങ് ഐറ്റംസും ചെടികളും തൈകളും ഒക്കെ വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലോട്ടും ഒരു 3-4 തെങ്ങൻ തൈ ഒക്കെ വേണമായിരുന്നു, അതും വാങ്ങി. അപ്പോൾ ഞാൻ അവിടുത്തെ കുറേ ചെടികളുടെ വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നോക്കുന്നവർക്ക്, ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമായിരിക്കും. റേറ്റും കുറവാണ്, അത്യാവശ്യം റേറ്റ് കുറവാണ്. പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ, ചെടിച്ചട്ടി ആയാലും എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെന്നതാ? ഇത് റംബുട്ടാനാണ്. റംബൂട്ടാൻ. റംബുട്ടാൻ 2 പറയുന്നുണ്ട്, മഞ്ഞയുണ്ട്, ചുമലുണ്ട്. റംബൂട്ടാൻ തൈക്കൊക്കെ എന്നാ വില വരും? റംബുട്ടാൻ 500 രൂപ. 500. നാടനാണ് 100 രൂപയുള്ളൂ. പിന്നെ ഇത് പുലാസാൻ എന്ന് പറയും. പുലാസാൻ. നാടൻ റംബൂട്ടാൻ കായ്ക്കാൻ താമസമുണ്ട് അല്ലേ? അത് 8 വർഷം വേണം. കായ്ച്ചാലും കായ്ക്കണമെന്നില്ല, ആണാണ് നമുക്കറിയില്ല. ഇത് പ്ലാവെന്ന് പറഞ്ഞ പല വെറൈറ്റി ഉണ്ട്. ഇത് കുരുവില്ലാത്ത വെറൈറ്റിയാണ്. അതൊക്കെ എത്ര നാൾ കൊണ്ട് ഉണ്ടാവും? ഇതൊക്കെ 1.5-2 വർഷം മതി. മറ്റല്ല ചക്കക്കുരു ഇല്ല ഇതിന്. ഇത് നമ്മുടെ അയൂർ ചാക്ക് എന്ന് പറയും. അയൂർ ചാക്ക്. നാടൻ തന്നെ അല്ലേ? നാടനല്ല, എല്ലാം വെറൈറ്റിയാണ്. സിന്ദൂര വരിക്ക. മധുരമായിരിക്കും അല്ലേ? മധുരമാണ്, ചുമന കളറായി. ഇത് വിയറ്റ്നാം സൂപ്പർ എറിയുന്നു. ഇതൊക്കെ 1.5 വർഷം കൊണ്ട് 1.5 കൊല്ലം കൊണ്ട്. അതൊക്കെ എന്നാ വില വരും? അത് വലുത് 800 രൂപ. വലുത് 800 രൂപ. ചെറുതാകുമ്പോഴേ ചെറുതുണ്ടല്ലോ, ചെറുത് അപ്പുറത്ത് വെപ്പുണ്ട്. അതിനാകുമ്പോഴേ അതിൻ്റെ അകത്ത് വെപ്പുണ്ട്. അപ്പോൾ 350 രൂപ. 350. പിന്നെ ഇത് സാധനം മൺകോട്ടിബ. മൺകോട്ടിബ എന്ന് പറയും. ഇത് ഷുഗറിനുള്ളൊരു മരുന്നാണ്. പ്ലാവല്ലേ? 1.5 വർഷം ആവുന്നേ ഉള്ളൂ. 1 വർഷം ആവുന്നേ ഉള്ളൂ കായ്ക്കാൻ തുടങ്ങി. ഇത് സപ്പോർട്ട. ഇത് മാംഗോസ്റ്റീൻ. 1.5 വർഷം കൊണ്ട് കായ്ക്കും. ഇത് പ്രത്യേക മാങ്ങ. ഈ മാവിന് ആ മാങ്ങയ്ക്ക് ആ കളറായിരിക്കും. ഇതിൻ്റെ ഫോട്ടോയാ വാതിക്ക കിടക്കും. ഇതെല്ലാം ഓറഞ്ച് കളറാണ്. ഇത് ഓറഞ്ച് തൈയൊക്കെ എന്നാ വിലയാ? ഓറഞ്ച് ഇതൊക്കെ 800 രൂപ. ഇത് ഇല വരുന്ന ചെറുത് 300 രൂപയുണ്ട്. ഈ കളർ വരുന്നതിൻ്റെ അത് അങ്ങനെ വരത്തുള്ളൂ, തടിക്കും ആ കളറാണ്. ഇത് ചൈനീസ് മൂസമ്പിയാണ്. മൂസമ്പി. ഇത് ചൈനീസ് ഓറഞ്ചാണ്. ഇത് ചെറുത്. പിന്നെ ഇങ്ങനെ പോയാൽ ഇത് വിയറ്റ്നാം ചാമ്പ. ചാമ്പയുടെ തൈ ഉണ്ടോ? നാടൻ ചാമ്പയുടെ തൈയുണ്ട്. അതെന്നാ വില വരും? 50 രൂപ. അതൊരു തൈ തന്നേരെ. അത് എത്ര നാളെടുക്കുമായിരിക്കും? അതൊരു 1.5 വർഷം. 1.5 കൊല്ലം അല്ലേ? ഇത് പിന്നെ അതിൻ്റെ വേറെ വെറൈറ്റി ചാമ്പയാണ്, വിയറ്റ്നാമിൻ്റെ. ഇത് പേരയൊക്കെ കമുകൊക്കെ കുള്ളം കമുക. കവുങ്ങ് പൊക്കം വെക്കാത്ത. ഇത് സാന്തോളം എന്ന് പറയുന്ന സാധനം, ഓസ്ട്രേലിയൻ. ഇത് അബ്യൂ എന്ന് പറയും, അത് ഓസ്ട്രേലിയൻ ഫ്രൂട്ടാണ്. അബിയു. ഇത് ദുരിയാൻ എന്ന് പറഞ്ഞ ചക്കയാണ്. ദുരിയാൻ 1500 രൂപ. ലുലുവിലേ ഉള്ളൂ ഇവിടെ കേരളത്തിൽ കിട്ടുന്നത്. 1500 രൂപ ഇത്രയുള്ള ചക്കയ്ക്ക് വരാം. ഇത് ഇവിടെ കയറുമോ? ഒരു പ്രാവശ്യം കയറി നേരെ എല്ലാം അപ്പുറത്ത് കയറ്റി. അച്ചാച്ചെറു. അത് ഒരു നല്ല ഫ്രൂട്ട്സാണ്, എല്ലാം വെളിയിലുള്ള. ഇത് ഒറിജിനലാണ്, ആപ്പിളാണ്. ആപ്പിളിന്റെ തൈ അല്ലേ? ഇത് നമ്മുടെ ഇതുണ്ടല്ലോ സബർജിൽ, അതാണ്. ഇത് മധുരമുള്ള ഒറിജിനൽ സൈറ്റാണ്. ഇത് മിറക്കിൾ ഫ്രൂട്ട് എന്ന് പറയും. മിറക്കിൾ ഫ്രൂട്ട്. അത് നമ്മൾ ഈ പഴം തിന്നിട്ട് കഴിക്കുന്ന ഏത് സാധനം കഴിച്ചാലും മധുരമായിരിക്കും. ഇത് ഊതാണ്, അത്തർ ഉണ്ടാക്കുന്ന ഊത്. മിൽക്കി ഫ്രൂട്ട്, പേര, പലവിധം പേരകൾ, പുലാസാന്, എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. ഇത് മറ്റോബാന്ന് പറഞ്ഞൊരു തൈ, ഇത് ഡ്രസ് എന്നും പറഞ്ഞൊരു പഴം, ആത്തകൾ 3 വെച്ച്, മുറ്റിപ്പഴം, ചെറി അല്ലേ, ചെറി, ബെറാപ്പിള്, നോനി ഫ്രൂട്ട് എന്ന് പറയും, പിസ്താവ്, സ്റ്റാർ ഫ്രൂട്ട്. എത്ര നാളായി തുടങ്ങിയിട്ട്? നമ്മുടെ അപ്പുറത്തെ താഴ്ത്തരയായിരുന്നു. ഇതൊക്കെ ഒരു 6-8 മാസമായി. ഇതെന്ത് ഫ്രൂട്ടാണ്? സ്റ്റാർ ഫ്രൂട്ട്. പിന്നെ
കായ്ക്കുന്നുണ്ടോ? പീനട്ട് ബട്ടർ. ഓരോ വെറൈറ്റീസാണ്. പിന്നെ ഒലുവ, ചന്ദനം, എല്ലാ വെറൈറ്റിയും ഉണ്ട്. തെങ്ങിനുള്ള വളം. നാളെ കുഴിച്ച് നോക്കാനാണോ? ഇന്ന് പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ നോക്കാം. 4 തെങ്ങ്, മറ്റേത് 3 അല്ലേ? മറ്റേ 3. ഒരു ചെന്തെങ്ങും മറ്റേ 3. 1/2 കിലോ വെച്ചിട്ടാ മതി. 4 തെങ്ങല്ലേ ഉള്ളൂ. 1/2 കിലോ വെച്ച് പപ്പാതി അങ്ങ് ഇടാം. വേറെ ഒന്നും ചെയ്യണ്ട. ഇതിനകത്തൊന്നും തന്നെ കടലപ്പിണ്ണാക്ക്, വേപ്പിണ്ണാക്ക്, എല്ലുപൊടി മാത്രമേ ഉള്ളൂ. നടുന്നതും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. 2 കുഴി എടുക്കുക. 12 അടി അകലം. അങ്ങോട്ടും ഇങ്ങോട്ടും 12 അടി. അത് മാത്രം, വേറെ ഒന്നുമില്ല. പിന്നെ കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇടണം. ചാണകപ്പൊടി ഇപ്പൊ ഈ കിട്ടുന്നില്ല. ഇപ്പൊ നനവുകൊണ്ട് വീട്ടിൽ പോലും കിട്ടുന്നില്ല. ഈ ചാണകപ്പൊടി കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 2-3 കിലോ വെച്ച് ഒരു ചവിട്ടിലോട്ട് ശകലം തടത്തി ഇച്ചിരി മാറ്റി. കാരണം വേരിങ്ങനെ വെളിയിലോട്ടല്ലേ പോകുന്നത്. ഇച്ചിരി മാറ്റിയ മണ്ണ് ഫ്രണ്ട്സ്, ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു ചെറിയ വീഡിയോ ആണ്. ഇൻ കേസ് ആർക്കെങ്കിലും എന്തെങ്കിലും എൻക്വയറി ഒക്കെ ഉണ്ടെങ്കിൽ ചേട്ടൻ്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഇത് സ്ഥലം എന്ന് പറയുന്നത് ചെങ്ങളം എന്ന് പറയുന്ന സ്ഥലമാണ്, കോട്ടയത്തുനിന്ന് കുമരകം പോകുന്ന വഴി. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ.